ഓമന മകൾ കൗമാരത്തിലേക്ക് കടന്നതേയുള്ളൂ. ജീവിതം ആസ്വദിക്കാനുള്ള പ്രായം. പഠിക്കാൻ മിടുക്കി. വളർത്തി വലുതാക്കേണ്ടവർ തന്നെ നിഷ്കരുണം അരിഞ്ഞു വീഴ്ത്തിക്കളഞ്ഞു. മയക്കുമരുന്നും മദ്യവും മനുഷ്യനാണ് താണെന്ന ബോധം കൂടി അടർത്തിക്കളയുന്നു. കുടുംബ പ്രശ്നത്തിലായിരുന്നു തുടക്കം. അത് വളർന്ന് വലുതായതും കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു ഇരട്ടക്കൊലപാതകമായി വളർന്നതും പെട്ടെന്നായിരുന്നു. ഫെബ്രുവരി 2 മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ. സമയം വൈകുന്നേരം 5:50. സ്റ്റേഷനിലേക്ക് വന്ന ഫോൺ കോൾ അതൊരു അക്രമത്തിന്റെ വിവരമാണ്. ഇല്യാസ് തുമിനാട് എന്ന പൊതുപ്രവർത്തകനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ആ വിവരം നൽകിയത്. ആ കോൾ കട്ടാക്കുന്നതിന് മുൻപ് തന്നെ ഒരു സംഘം പോലീസ് പുറപ്പെട്ടിരുന്നു. 2026 ഫെബ്രുവരി 2 വൈകുന്നേരം 6 മണി. ഹിൽ ടോപ്പ് നഗർ, തുമിനാട്. പോലീസ് അവിടെ എത്തുമ്പോഴേക്കും പരിക്കേറ്റ 2 പേരെയും നാട്ടുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ആ വീട്ടിൽ കടന്നുകയറി അക്രമം നടത്തിയ അയാൾ അവിടെ തന്നെയുണ്ട്. എതിർക്കാൻ ശ്രമിക്കുന്നില്ല. ആളുകൾ കൂടിയിട്ടുണ്ട്. ജനപ്രതിനിധികളും നാട്ടുകാരും ആ വീട് വളഞ്ഞിട്ടുണ്ട്. അയാൾ തികച്ചും ശാന്തനായി പോലീസിന് കീഴടങ്ങാൻ തന്നെ അവിടെയുണ്ടായിരുന്നു. പോലീസ് ആ വീടാകെ പരിശോധിച്ചു. രക്തം തളം കെട്ടി നിൽപ്പുണ്ട്. 2 പേർക്കാണ് കുത്തേറ്റത്. ആ വീടിന്റെ ഗൃഹനാഥൻ ഷെയ്ഖുഞ്ഞിയാണ് ഒരാൾ. മറ്റൊന്ന് മറിയം ജുമൈല, 18 വയസ്സ് കഴിഞ്ഞ മറിയം ജുമൈല. സ്വന്തം പിതാവിന്റെ കുത്തേറ്റാണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ മറിയം ജുമൈലയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഉമർ ഫാറൂഖ് സ്വന്തം മകളെയും ബന്ധുവിനെയും കുത്തി. കേട്ടവർ ആ വീട്ടിലേക്ക് ഓടിയെത്തി. മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മറിയം ജുമൈലയെ കൊണ്ടുപോയത്. ആശുപത്രിയിൽ ജുമൈലയുടെ സ്ഥിതി ഗുരുതരമായിരുന്നു. ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ ഡോക്ടർമാർ സംശയം പറഞ്ഞു. പരിശോധനയിൽ ഉറപ്പിച്ചു, മറിയം ജുമൈല എന്ന 18-കാരി സ്വന്തം പിതാവിന്റെ കത്തിപ്പിടിയിൽ ജീവനറ്റുപോയി. വീട്ടുകാർക്കും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും പ്രിയങ്കരിയായിരുന്ന ജുമൈല. +2 കഴിഞ്ഞ ജുമൈല ഉപ്പളയിൽ കമ്പ്യൂട്ടർ വിദ്യാർത്ഥിനിയായിരുന്നു. ആ ദിവസം പകൽ മുഴുവൻ തങ്ങൾക്കൊപ്പം പഠിച്ചുകൊണ്ടിരുന്ന, മരണത്തിന് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ ഒപ്പമിരുന്ന കൂട്ടുകാർ അമ്പരപ്പ് മാറാതെ അലറിക്കരഞ്ഞു. സംഭവിച്ചതെന്ത് എന്ന് പറയാനുള്ളവരൊക്കെ അവിടെ തന്നെയുണ്ട്. ജുമൈലയുടെ മാതാവ് താഹിറ, താഹിറയുടെ സഹോദരി റഹാന, റഹാനയുടെ മക്കൾ. റഹാനയുടെ ഭർത്താവാണ് ജുമൈലയ്ക്കൊപ്പം പരിക്കേറ്റ് ആശുപത്രിയിലായ ഷെയ്ഖുഞ്ഞി. പക്ഷെ അവരൊക്കെ ഈ ഷോക്കിൽ നിന്നും അപ്പോഴും മുക്തരായിട്ടില്ല. എങ്കിലും പോലീസ് പരമാവധി വിവരങ്ങൾ ശേഖരിച്ചു. സ്ഥലപരിശോധന നടത്തി. ഫോറൻസിക് സംഘമെത്തി വിശദമായ തെളിവുകൾ ശേഖരിച്ചു. പ്രതി പിടിയിലായി. അയാൾക്കൊപ്പം അയാളുടെ സഹോദരൻ കൂടെയുണ്ടായിരുന്നു. സംഭവിച്ച കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം കിട്ടണം. സ്ഥലത്തെ ജനപ്രതിനിധികളുടെ സഹായത്തോടെ പോലീസ് തെളിവെടുപ്പ് നടത്തി. കേട്ടവർ അന്തം വിട്ടു. സ്വന്തം മകളെ കൊല്ലാനുള്ള എന്തു കാരണമാണ് ആ വീട്ടിൽ അന്നു നടന്നത്? ഒരു കത്തി അയാൾ തന്റെ അരയിൽ നിന്നാണ് പുറത്തെടുത്തത്. അതത്ര വലുതായിരുന്നില്ല.
രഹാനയുടെ മകൾ ഖദീജത്ത് സഫീന അത് കണ്ടിട്ടുണ്ട്. എന്തോ ഡോക്യുമെന്റ്സ് ഞങ്ങൾക്ക് ഏൽപ്പിക്കാണ്ട് ഒരേട്ടനെ വന്നതാ. ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു, കൊണ്ടേക്കോന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് എൻ്റെ പേരിൽ എളാമൻ്റെ പേരിലാണ് ഉള്ളത്, എൻ്റെ പേരിലാക്കുന്ന ഈ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പേരിലാക്കാണ്ട് മോളെ പേരിൽ തന്നെ ആക്കിക്കോന്ന്. അത് കയ്യാന്ന് പറഞ്ഞതൊന്നുണ്ട്. അവിടുന്ന് ഒരു ചാക്ക് എടുത്ത് വീശി. ആ കത്തി ഞങ്ങൾക്കറിയില്ല കൊടുന്നത്. പറഞ്ഞിട്ടാകുമ്പോൾ പോക്കറ്റിൽ നിന്ന് എടുത്ത് വീശി. ഇത്രയും ചെറുത്ത്. ആ കത്തി കണ്ടെത്തണം. അപ്പോഴേക്കും നേരം ഇരുട്ടിത്തുടങ്ങിയിരുന്നു. അയാൾ വാ തുറക്കുന്നില്ല. കത്തി വലിച്ചെറിഞ്ഞതാകാനുള്ള സാധ്യതയുണ്ട്. പോലീസ് അത് കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി. വളരെ വൈകി കണ്ടെത്തിയ കത്തിയിൽ രക്തക്കറയുണ്ടായിരുന്നു. വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്കായി അത് ലാബിലേക്ക് അയച്ചു. ഇനി പോലീസിനറിയേണ്ടത് ആ വൈകുന്നേരം ആ വീട്ടിൽ എന്തു സംഭവിച്ചു എന്നാണ്. കേസിൽ പോലീസിന് വ്യക്തമായ സൂചനകൾ ലഭിച്ചു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രതിയെയും പിടിച്ചു. പക്ഷേ സാഹചര്യവും കാരണവും ഇനിയും വ്യക്തമാകാനുണ്ട്. സ്വന്തം മകളെ ഒരു പിതാവ് കുത്തിക്കൊല്ലണമെങ്കിൽ അതിന്റെ ആ കാരണത്തിന് ശക്തമായൊരു അടിത്തറയുണ്ടാകണം. 2026 ഫെബ്രുവരി 2 വൈകുന്നേരം 5:45 സഫീന കോട്ടേജ്, ഹിൽ ടോപ്പ് നഗർ, തൂമിനാട്. സഫീന കോട്ടേജിൽ നിന്നുള്ള നിലവിളികൾ കേട്ടാണ് നാട്ടുകാർ അങ്ങോട്ടേക്ക് ഓടിയത്. അവിടെ എത്തിയ അയൽക്കാർ കാണുന്നത് രക്തത്തിൽ കുളിച്ചു പിടയുന്ന ജുമൈലയെയാണ്. മുന്നിലെ ഒരു സിറ്റൗട്ട് കടന്നാലുള്ള സ്വീകരണ മുറി. അവിടേക്ക് നോക്കിയ അയൽക്കാർ ഞെട്ടി. ജുമൈലയുടെ കഴുത്തിൽ നിന്ന് രക്തം ചീറ്റിയൊഴുകുന്നു. അവിടെ ആ ഭാഗത്തു തന്നെ നിലത്തു കിടക്കുന്ന ഷെയ്ഖുഞ്ഞി. അദ്ദേഹത്തിന്റെ കാലിൽ നിന്നാണ് രക്തമൊഴുകുന്നത്. വലത് കാലിൽ കുത്തേറ്റ മുറിവിലൂടെ ചോര വാർന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ കയ്യിൽ കത്തിയുമായി നിൽക്കുന്ന ഉമർ ഫറൂഖ്. അയാൾ ലഹരിയിലാണോ? അല്ലെങ്കിൽ സ്വന്തം മകളെ അയാൾ ഇவ்விധം കുത്തുമോ? കാത്തുനിൽക്കാൻ സമയമില്ല. സ്ഥലത്തെത്തിയ മഞ്ചേശ്വരം പഞ്ചായത്ത് അംഗം ഇല്ലിയാസ് തുമിനാട് അവരെ ആശുപത്രിയിലാക്കാനുള്ള നടപടികളെടുത്തു. നേരെ ആശുപത്രിയിലേക്ക്. ഉമർ ഫാറൂഖ് ഗൾഫിൽ നിന്നും മടങ്ങിയെത്തിയിട്ട് കഷ്ടിച്ച് 2 മാസമേ ആകുന്നുള്ളൂ. അയാൾക്കൊപ്പമല്ല ഭാര്യയും ഏകമകളും താമസിക്കുന്നത്. ഭർത്താവുമായി പിണങ്ങിയ താഹിറ മകൾ ജുമൈലയെയും കൂട്ടി സഹോദരിയുടെ വീട്ടിലാണ് താമസം. ഉമർ ഫാറൂഖിൽ നിന്ന് മോചനം വേണം. ആ നിലപാടിലായിരുന്നു താഹിറ. പിരിയുന്നതിനായാലും ഒരു ഒത്തുതീർപ്പ് ആവശ്യമായി വന്നു. അത് സ്വത്തിന്റെയും സ്വർണത്തിന്റെയും കാര്യത്തിലായിരുന്നു. ഇതായിരുന്നു സാഹചര്യം. എന്തായിരുന്നു സ്വത്ത്? നേരത്തെ താൻ ഭാര്യയ്ക്ക് നൽകിയ ഒരു സ്ഥലം തനിക്ക് തിരികെ വേണം. ഭാര്യയുടെ പേരിലേക്ക് മാറ്റിയ 10 സെന്റ് ഭൂമിയാണ് അയാൾ തിരികെ ആവശ്യപ്പെടുന്നത്. കൂടാതെ കുറെ സ്വർണവും താൻ വാങ്ങി നൽകിയിട്ടുണ്ട്. അതും മടക്കി വേണം. ഭൂമിയുടെ രേഖകൾ മടക്കി എഴുതി നൽകാൻ തയ്യാറാണ്. പക്ഷെ ആ രേഖകൾ തന്റെ കൈവശമില്ല എന്ന് താഹിറ വ്യക്തമാക്കി. പിന്നെ ആരുടെ കയ്യിൽ? ആ രേഖയോ ഭൂമിയോ ഉമർ ഫാറൂഖിന് തിരികെ എഴുതി നൽകുന്നതിൽ താഹിറയുടെ ബന്ധുക്കൾക്കോ ഉമർ ഫാറൂഖിന്റെ ബന്ധുക്കൾക്കോ അനുകൂല അഭിപ്രായമില്ല. മകളും അതിനെതിരാണ്. അതുകൊണ്ട് താഹിറ ചെയ്തത് ആ രേഖകൾ ഒരു ഉറപ്പായി ഉമർ ഫാറൂഖിന്റെ തന്നെ മൂത്ത സഹോദരനെ ഏൽപ്പിച്ചിരുന്നു. അക്കാര്യം പിന്നീട് ഉമർ ഫാറൂഖും മനസ്സിലാക്കി. അയാൾ ജ്യേഷ്ഠനോട് അത് തിരികെ ആവശ്യപ്പെട്ടു. എന്നാൽ ഉമർ ഫാറൂഖിന്റെ ജ്യേഷ്ഠൻ ആ രേഖകൾ അനുജന് നൽകാൻ തയ്യാറായില്ല. അത് താഹിറയാണ് എനിക്ക് നൽകിയത്, അത് താഹിറയ്ക്ക് തന്നെ ഞാൻ മടക്കി കൊടുക്കാം. നീ അവിടെ നിന്ന് എന്താന്ന് വെച്ചാൽ സംസാരിച്ച് വാങ്ങിക്ക്, ഞാൻ നിനക്ക് നേരിട്ട് തരില്ല, ഉമർ ഫാറൂഖിന്റെ ജ്യേഷ്ഠൻ കട്ടായം പറഞ്ഞു.
ഉമർ ഫാറൂഖ് ജനപ്രതിനിധികളെയും സമുദായ നേതാക്കളെയും ഒക്കെ വിവരമറിയിച്ചു. അതോടെയാണ് ഒരു ഒത്തുതീർപ്പ് എന്ന സാഹചര്യമുണ്ടായത്. അതിനോടകം താഹിറയും മകളും താമസിച്ച സഹോദരിയുടെ വീട് തന്നെ ആ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് തെരഞ്ഞെടുത്തു. ജ്യേഷ്ഠൻ രേഖകൾ കൈമാറാൻ വരും. അനുജൻ ഉമർ ഫാറൂഖും ഒപ്പമുണ്ടാകും. ആ രേഖകൾ അയാൾക്ക് മടക്കി നൽകുന്ന കാര്യം ഭാര്യ താഹിറയ്ക്ക് തീരുമാനിക്കാം. തീയതി നിശ്ചയിച്ചു. 2026 ഫെബ്രുവരി 2. സമയം വൈകുന്നേരം 5 കഴിഞ്ഞിട്ട് എന്ന് നിശ്ചയിച്ചത് ഉമർ ഫാറൂഖ് തന്നെ. ആ തീയതിയും സമയവും അത് അയാൾ തന്നെ കുറിച്ചതാണ്. ഒരിക്കലും മാപ്പർഹിക്കാത്ത ഒരു കൊടും ക്രൂരകൃത്യത്തിന് അതിന് മുന്നോടിയായി അയാൾ കുറിച്ച സമയം, തയ്യാറെടുപ്പുകളും അയാൾ നടത്തിയിരുന്നു. ഫെബ്രുവരി 2, സഫീന കോട്ടേജ്, ഹിൽ ടോപ്പ് നഗർ, തൂമിനാട്. താഹിറ, സഹോദരി, ഭർത്താവ് ഷെയ്ഖുഞ്ഞി, പഠനം കഴിഞ്ഞെത്തിയ ജുമൈല, താഹിറയുടെ സഹോദരിയുടെ മക്കൾ. ആ വീട്ടിൽ അപ്പോൾ അത്രയും പേരുണ്ട്. ഷെയ്ഖുഞ്ഞിയാണ് ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ആ വീട്ടിൽ അന്ന് വൈകുന്നേരം നടന്ന സംഭവങ്ങളുടെ ടൈം ലൈൻ ഇങ്ങനെയാണ്. വൈകുന്നേരം 5:30 ഉമർ ഫാറൂഖ് തന്റെ സഹോദരനോടൊപ്പം ഭാര്യയുടെ ബന്ധുവായ ഷെയ്ഖുഞ്ഞിയുടെ വീട്ടിലെത്തുന്നു. ഭാര്യ ആവശ്യപ്പെടുന്ന വിവാഹമോചന ചർച്ച, പിന്നെ സഹോദരൻ കൈമാറുന്ന രേഖകളനുസരിച്ചുള്ള ആ സ്വത്ത് കൈമാറ്റം. ഇതായിരുന്നു ആ യാത്രയുടെ ലക്ഷ്യം. വൈകുന്നേരം 5:40. അതിനോടകം ആ വീട്ടിൽ ആരംഭിച്ച ചർച്ചകൾ പലവട്ടം വഴിതെറ്റി. ആ വീടിനുള്ളിൽ, ആ മുറിക്കുള്ളിൽ തർക്കം രൂക്ഷമായി. താഹിറയ്ക്ക് തന്റെ പക്കലുള്ള സ്വർണ്ണാഭരണങ്ങളും രേഖകളും ഉമർ ഫാറൂഖിന്റെ ജ്യേഷ്ഠൻ കൈമാറി. തുടർന്ന് താൻ ഭാര്യയുടെ പേരിലേക്ക് മാറ്റിയ 10 സെന്റ് ഭൂമി തിരികെ വേണമെന്ന് ഉമർ ആവശ്യപ്പെടുന്നു. വൈകുന്നേരം 5:45. സ്വത്ത് തിരികെ നൽകാൻ കഴിയില്ലെന്ന് ബന്ധുക്കൾ ഉറപ്പിച്ചു പറഞ്ഞു. ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റ് ഉമർ ഫാറൂഖ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് നീങ്ങി. പെട്ടെന്ന് അയാൾ തിരിച്ചു വന്നു. അരയിൽ അപ്പോൾ അയാൾ കൈവച്ചിരുന്നു. ആ മടിക്കുത്തിൽ നിന്ന് ഒരു ചെറിയ കത്തി പുറത്തെടുത്തു. അതുമായി അയാൾ ഷെയ്ഖുഞ്ഞിയുടെ നേരെ തിരിഞ്ഞു. ആഞ്ഞുകുത്തി. ഒഴിഞ്ഞുമാറി ചവിട്ടാനാഞ്ഞ ഷെയ്ഖുഞ്ഞിയുടെ കാലിലാണ് ആ കുത്തേറ്റത്. രക്തം ചീറ്റിയൊഴുകി. തങ്ങൾക്ക് അഭയം നൽകിയ മൂത്താപ്പയെ ആക്രമിക്കുന്ന പിതാവിനെ തടയാൻ ജുമൈല ആ ഘട്ടത്തിലാണ് ഇടയ്ക്ക് കയറിയത്. വെറിപൂണ്ട അയാൾ മകളാണെന്ന് മറന്നു. കൃത്യമായി ആഞ്ഞുകുത്തിയത് കഴുത്തിൽ. അതൊരബദ്ധമായിരുന്നില്ല. അയാൾ ആ കത്തി ഊരി വീണ്ടും തന്റെ സ്വന്തം മകളെ കുത്തി. വൈകുന്നേരം 5:48. ജുമൈലയുടെ കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടിയത്. അവർ എത്തിയതോടെ അയാളെ തടഞ്ഞുവച്ചു. അയാൾ എതിർക്കാനൊന്നും നിന്നില്ല. ഓടിക്കൂടിയ നാട്ടുകാർ അപ്പോൾ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ചോരയിൽ കുളിച്ച ജുമൈലയെയും ഷെയ്ഖുഞ്ഞിയെയും ഉടൻ തന്നെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതിനിടയിൽ തന്നെ അവർ പോലീസിനെ ഇക്കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. രാത്രി 8 മണി. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മറിയം ജുമൈല മരണത്തിന് കീഴടങ്ങി. മഞ്ചേശ്വരത്തെ ആ സംഭവങ്ങളുടെ ഒരു തുടർച്ച കൂടി. ജുമൈലയുടെ മരണത്തിൽ ഒതുങ്ങിയില്ല ആ നശിച്ച വൈകുന്നേരത്തെ ആക്രമണം. അത് ഒരു ജീവൻ കൂടി കവർന്നു. രക്തം വാർന്ന് അവശതയിലായ ഷെയ്ഖുഞ്ഞി മരണത്തിന് കീഴടങ്ങി. സ്വത്ത് തിരികെ തരാൻ കഴിയില്ലെന്നും ആ ഭൂമി മകളുടെ പഠനത്തിനും മറ്റും വേണമെന്നുമുള്ള നിലപാടാണ് ആ ചർച്ചയിൽ ഷെയ്ഖുഞ്ഞി സ്വീകരിച്ചത്. അതാണ് ഉമ്മർ ഷെയ്ഖുഞ്ഞിക്ക് നേരെ തിരിയാനുള്ള കാരണം. നേരത്തെ വാങ്ങി അരയിൽ സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത് ഷെയ്ഖുഞ്ഞിയെ ആക്രമിച്ചതും അതുകൊണ്ട് തന്നെ. ജുമൈലയുടെ കഴുത്തിലും വയറ്റിലും കുത്തേറ്റു. ഇരുവരെയും ഉടൻ ഉപ്പളയിലെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ അവസ്ഥ ഗുരുതരമായതിനാൽ മംഗളൂരുവിലേക്ക് കൊണ്ടുപോയി. പക്ഷെ ജുമൈലയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല.
വലതുകാലിൽ കുത്തേറ്റ മുറിവിലൂടെ ചോര വാർന്ന ഷേക്കുഞ്ഞി അവശനിലയിലായിരുന്നു. ഷേക്കുഞ്ഞിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ പിടിച്ചു നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല. 2026 ഫെബ്രുവരി 3 ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെ ഷേക്കുഞ്ഞിയും മരണത്തിന് കീഴടങ്ങി. മഞ്ചേശ്വരം ഇരട്ടക്കൊല, അത് ഉമർ ഫാറൂഖ് എന്ന നരാധമന്റെ വഴിവിട്ട ജീവിതത്തിന്റെ ബാക്കിയാണ്. ഉമർ ഫാറൂഖ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾക്ക് അടിമയായിരുന്നുവെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത്. 24 hours ഇവിടെ എല്ലാവരോടും ചോദിച്ചെങ്കിൽ അറിയാം, എല്ലാവർക്കും അറിയാം. 24 hours ഡ്രഗ്സ് ആണ് സംഭവം. ഇയാൾ വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കുടുംബാംഗങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതത്വമില്ല. ഉമറിന്റെ സ്വഭാവദൂഷ്യവും അക്രമവാസനയും കാരണം സ്വന്തം വീട്ടിൽ താമസിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് താഹിറയ്ക്ക് മനസ്സിലായി. പെൺകുട്ടിയുടെ ഭാവിയായിരുന്നു ആ പാവം മാതാവിന്റെ ആശങ്ക. അതൊക്കെ കരുതിയാണ് അവർ സഹോദരിയോട് സഹായം തേടിയത്. അങ്ങനെയാണ് താഹിറയുടെ സഹോദരിയും ഭർത്താവായ ഷേക്കുഞ്ഞിയും മക്കളും താമസിക്കുന്ന വീട്ടിലേക്ക് അവർ താമസം മാറിയത്. എന്തായിരുന്നോ ആ മാതാവിന്റെ ആശങ്ക, അതുതന്നെ സംഭവിച്ചു. ആ മകൾ പോയി. ആശ്രയം തന്നൊരു ജ്യേഷ്ഠനായി എല്ലാറ്റിനും ഒപ്പം നിന്ന മനുഷ്യനും പോയി. ഒരൊറ്റയാൾ, അയാളുടെ വഴിവിട്ട ജീവിതം. മയക്കുമരുന്നും മദ്യവും തകർത്തത് എത്ര കുടുംബങ്ങളെയാണ്, എത്ര ജീവനുകൾ എടുത്തു. നീതി അയാൾക്കുള്ള ശിക്ഷ മാത്രമാണ്. അതെത്ര കഠിനമായാലും ഒരു മനുഷ്യാവകാശവും അതിനു മേലെയാകില്ല. അയാളുടെ കുറ്റകൃത്യത്തിന്റെ ആഴമളക്കാൻ കഴിഞ്ഞാൽ അതിനു മുകളിലാകണം ശിക്ഷ. പ്രതി ഇപ്പോൾ റിമാൻഡിലാണ്. കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവുകൾ എടുക്കാനുണ്ട് പോലീസിന്. കത്തി വാങ്ങിയ കട ഉൾപ്പെടെയുള്ള നിർണായകമായ തെളിവുകൾ. ഹദീസ്: കുടുംബത്തെ സംരക്ഷിക്കേണ്ടത്, അവർക്ക് അത്യാവശ്യമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ നൽകേണ്ടത് ഭർത്താവിന്റെയും പിതാവിന്റെയും ബാധ്യതയാണ്. അല്ലെങ്കിൽ അതൊരു വലിയ പാപമാണ്. ഗുനായെ കബീറ. അന്ത്യദിനത്തിൽ നീ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. ഖുർആൻ വചനമാണ്. ശിക്ഷയല്ലാതെ ഒരു നീതിയില്ല, ഇവിടെയും എവിടെയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.